തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു. വിശേഷാല് കർത്താവിന്റെ ഭൃത്യൻ ബ്ലസ്സിനുമൊത്ത് ഒരുമിച്ച് ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ മാധ്യമത്തിൽ കൂടെ ദൈവം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമ്മൾ തുടർന്ന് റൈറ്റ് അവേ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം ഞാൻ വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം എപ്പിസ്റ്റൽ ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 12 beginning with verse 4. 4 മുതലുള്ള വേദഭാഗം ഞാൻ തന്നെ ആ പാസേജ് വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലേടയന്മാരത്രേ, ഇല്ലെജിറ്റിമേറ്റ്ലി ബോൺ. നമ്മുടെ ജഡസംബന്ധമാകുന്ന പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നുന്നു. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. നമ്മൾ ഈ രാത്രിയിൽ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തതാകുന്ന ഈ വേദഭാഗം, പ്രത്യേകിച്ച് അതിൻ്റെ മുകളിലുള്ള വേദഭാഗവും 11-ാമത്തെ അധ്യായവുമൊക്കെ, വിശേഷിച്ച് 11-ാം അധ്യായം 1-ാം വാക്യമൊക്കെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വേദഭാഗമാണെന്ന് എനിക്കറിയാം. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചതാകുന്ന വേദഭാഗം വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഒന്ന് വെച്ചിട്ട്, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് അതിനെ ഒന്ന് ചിന്തിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ ലേഖനത്തെക്കുറിച്ച് ഒരുപാട് ചിന്തകളുണ്ട്. എന്നാൽ പൊതുവെ ഇതൊരു അനോണിമസ് ലെറ്റർ ആയിട്ടാണ് പൊതുവെ കരുതുന്നത്. ചിലരിത് പൗലോസ് എഴുതിയതാണെന്നും അല്ലെങ്കിൽ ലൂക്കോസ് എഴുതിയതാണെന്നും അപ്പൊല്ലോസ് എഴുതി, അങ്ങനെ ഒത്തിരി ചിന്തകളുണ്ട്. അതെന്തോ ആകട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇത് ആർക്കെഴുതി എന്നുള്ളതിനെ കുറിച്ചും ഒരുപാട് വ്യത്യസ്തമാകുന്ന ചിന്തകളുണ്ട്. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ദൈവമക്കൾക്ക് എഴുതിയ ലേഖനമാണ് ഇതെന്നുള്ളത് ആ ലേഖനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടില്ല. മാത്രമല്ല, ഈ ദൈവമക്കൾ എല്ലാവരും തന്നെ ഒരു സമയത്ത് വളരെ വളരെ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി നിന്നവരായിരുന്നു എന്ന കാര്യവും ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. വിശേഷിച്ച് 10-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത്
അവരോട് പറയുന്നുണ്ട്, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നിങ്ങളുടെ സമ്പത്തുകളുടെ അപഹാരം പോലും സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആർക്കെഴുതുന്നോ, എക്സ് ഓർ വൈ, അതാരും ആകട്ടെ, ഈ ദൈവമക്കളുടെ ഒരു വലിയ ഗുണം, ഒരു കാലത്ത് ദൈവം അവർക്ക് നൽകിയ ബോധ്യങ്ങൾക്ക് വേണ്ടി വിശ്വസ്തയോടെ നിലനിന്നവരാണ്. മാത്രമല്ല, അവർക്കുണ്ടായിരുന്ന ബോധ്യം ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെക്കാളും ഉറച്ച ഒരു ബോധ്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? കർത്താവിന്റെ നാമം നിമിത്തം അവരുടെ പ്രോപ്പർട്ടി അത് കൺഫിസ്കേറ്റ് ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായി. അങ്ങനെ അത് അവരുടെ പ്രോപ്പർട്ടി അപഹരിക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, അത് പോകട്ടെ, പ്രോപ്പർട്ടി ലോസ് ഒന്നും വലിയ വിഷയമല്ല, ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമമായ സമ്പത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനേക്കാളും വലുത് ദൈവം അവർക്ക് നൽകിയ ബോധ്യങ്ങളായതുകൊണ്ട് ആ ബോധ്യങ്ങൾക്ക് വേണ്ടി വില കൊടുക്കുവാൻ അവരൊരു കാലത്ത് തയ്യാറായിരുന്നു. അങ്ങനെയുള്ളതാകുന്ന, സോ the apostle or whoever it is writing to a group of people who stood firm even in the midst of somebody snatching their properties. അവരുടെ വസ്തുവകകൾ അവരിൽ നിന്നും പിടിച്ചു പറിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെയൊക്കെ ഉറച്ചു നിന്ന നല്ല ബോധ്യമുള്ള ഒരു കൂട്ടം ദൈവമക്കൾ. എന്നാൽ അങ്ങനെയുള്ളതാകുന്ന ദൈവമക്കൾ ചില ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ അവരിപ്പോ കടന്നു പോകും. നമ്മളിപ്പോ ഇമ്മീഡിയറ്റ് വായിച്ച ആ വേദഭാഗം തന്നെ, അതിന്റെ ആ ഇമ്മീഡിയറ്റ് പശ്ചാത്തലം നോക്കിയാൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് പറയുന്നത്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അവരോട് പറയുകയാണ്, ആ ഒരു there will come a time even you have to pay with your life. നിങ്ങളുടെ ജീവൻ കൊണ്ട് തന്നെ അതിന്റെ പേയ്മെന്റ് കൊടുക്കേണ്ട ഒരു ആവശ്യം ചിലപ്പോഴുണ്ടായേക്കാം. അതുവരെ നിങ്ങൾ എത്തിയില്ലല്ലോ എന്നാണ് അവരോട് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന ഒരു സാഹചര്യത്തിലായിരിക്കുന്ന ദൈവമക്കൾ, അവരിൽ പലരും തടവിലായിരിക്കുന്നു. ക്രിസ്ത്യൻ പെർസിക്യൂഷൻ വർദ്ധിച്ചു വരികയാണ്, പെർസിക്യൂഷൻ കൂടി വരികയാണ്. പല നിലകളിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ചിലരൊക്കെ പിന്മാറിപ്പോയി, ചിലരൊക്കെ some people were dull in hearing. അവര് കേൾക്കാൻ മാന്യതയുള്ളവരായി തോന്നി. ചിലരൊക്കെ they were slowly drifting away. അങ്ങനെയൊക്കെ ഉള്ളതാകുന്ന ഒരു സന്ദർഭത്തിലാണ് as a word of exhortation, ഒരു പ്രബോധന വചനം എന്ന പേരിട്ട് വിളിച്ചുകൊണ്ട് 13-ാം അധ്യായത്തിൽ ആ ഒരു വിശേഷണമാണ് ഈ ലേഖനത്തിന് നൽകുന്നത് തന്നെ. എ വേർഡ് ഓഫ് എക്സോർട്ടേഷൻ, ഒരു പ്രബോധന വചനം എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ as a word of exhortation, the writer
encourages a group of people, ഒരു ചെറിയ കൂട്ടം ദൈവമക്കളെ അവരെ പ്രബോധിപ്പിക്കുകയും എൻകറേജ് ചെയ്യുകയും ചെയ്യുന്ന, ചില സന്ദർഭങ്ങളിൽ സ്റ്റേൺ വാർണിങ്സ് നൽകുന്ന, കോഷൻസ് നൽകുന്ന, അങ്ങനെയുള്ള ഒത്തിരി സന്ദർഭങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഇത് അതിൻ്റെ ആ പ്രായോഗികമാകുന്ന ആപ്ലിക്കേഷനോടുള്ള ബന്ധത്തിൽ അല്പം ചില കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ വളരെ ഉന്നതമാകുന്ന, അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ദൈവവചനത്തിന്റെ കാതലായ ഉപദേശങ്ങൾ, അടിസ്ഥാന ഉപദേശങ്ങളെല്ലാം ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഒരു ചെറിയ എൻകറേജ്മെന്റ് ഈ വേദഭാഗത്ത് നിന്ന് നൽകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ ഇവരഭിമുഖീകരിക്കുന്നതാകുന്ന പ്രശ്നങ്ങൾ, അവർ കടന്നു പോകുന്നതാകുന്ന പ്രശ്നങ്ങൾ, അവരെങ്ങനെ അതിനെ മനസ്സിലാക്കണം എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ അവരോട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഈ അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇതെല്ലാം ഒരർത്ഥവുമില്ലാത്ത ചില സംഭവങ്ങളല്ല എന്നാണ് അവരോട് പറയുന്നത്. The adversities, the problems they face, they are not pointless things, random things happening. അങ്ങനെയുള്ള കാര്യങ്ങളല്ല സംഭവിക്കുന്നത്. ഇതെല്ലാം തന്നെ ദൈവത്തിന്റെ പ്രത്യേകമാകുന്ന നിയന്ത്രണത്തിലും ദൈവത്തിന്റെ ആലോചനയിലും ദൈവത്തിന്റെ കരങ്ങളിലും ഇതായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവരോട് പറയുന്നത്. പ്രത്യേകിച്ച് അവരോട് ഈ ദൈവമക്കൾ അനുഭവിക്കുന്ന ആ പ്രത്യേക പ്രശ്നങ്ങളെ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിക്കുന്നത് ബാലശിക്ഷ എന്നുള്ളതാകുന്ന ഒരു പ്രത്യേക പദപ്രയോഗത്തിലൂടെയാണ് ആ കാര്യങ്ങളെ അവർ മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരെ പ്രബോധിപ്പിക്കുന്നു. So what you're going through, these are not pointless experiences. Rather, these are chastisement from your father. നിങ്ങളുടെ പിതാവിങ്കിൽ നിന്നും പിതാവ് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഈ ദൈവമക്കളോട് പറയും. ദൈവമക്കളുടെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രശ്നങ്ങളില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ബുദ്ധിമുട്ടുകളുണ്ട്, പീഡനങ്ങൾ വരെ ചിലപ്പോഴെന്നല്ല, അറ്റ് സം പോയിന്റ് ഫിസിക്കൽ ടോർച്ചർ ആകണമെന്ന് നിർബന്ധമില്ല. ദൈവഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും they have to pay a price. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവമക്കളെ പ്രബോധിപ്പിക്കുന്നത്, നാം ഇങ്ങനെ അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകും. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവമുണ്ടാകും. സോ ഈ ലോക ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ആ ക്ലേശങ്ങൾ ഇല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ചല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒത്തിരി ക്ലേശങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ വീണ്ടെടുക്കപ്പെടാത്ത ഈ ശരീരത്തിൽ
നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ there are ഒരുപാട് aches and pains നമ്മൾ അതിൽ കൂടെ കടന്നു പോകണം. കർത്താവിനെ പിൻപറ്റുവാനായിട്ട് നാം തീരുമാനിച്ചത് കൊണ്ട് നമുക്കുണ്ടാകുന്ന അസൗകര്യങ്ങൾ പലതുണ്ട്. എത്രയോ ദൈവമക്കളുണ്ട്, അവരുടെ ന്യായമായിട്ട് ലഭിക്കേണ്ട അവരുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ വിഹിതം, ഇതൊക്കെ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ലഭിക്കാതെ ഇരിക്കുന്ന എത്രയോ പേരുണ്ട്. അതെല്ലാം കർത്താവ് നിമിത്തം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. മാത്രമല്ല, നമ്മൾ കർത്താവിനെ പിൻപറ്റുവാൻ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം കർത്താവിന്റെ പുറകെ യേശുവിനെ അനുഗമിക്കുമ്പോൾ കർത്താവ് കടന്നു പോയതിൽ കൂടെ നാം കടന്നു പോകുവാനായിട്ട് നാം തീരുമാനിക്കുകയും അത് നാം ഒരിക്കലും മറന്നു പോകരുത്. അപ്പൊ ഇതെല്ലാം തന്നെ ദൈവമക്കൾക്കുണ്ട്. എന്നാൽ ലോകമനുഷ്യർക്ക് അവരനുഭവിക്കുന്ന ശാരീരിക ക്ലേശങ്ങളും ചിലപ്പോഴെന്നല്ല, പ്രകൃതിയുടെ നിയമങ്ങൾക്ക് നാമും വിധേയരായതുകൊണ്ട് അതിലൂടെയും നമ്മൾ കടന്നു പോകും. എന്നാൽ അത് മാത്രമല്ല, ദൈവമക്കളുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന മറ്റൊരു അസൗകര്യത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ, ഒരു പക്ഷേ ക്ലേശമാകാം, സങ്കടങ്ങളാകാം, രോഗമാകാം, എന്തു ആകട്ടെ, പല നിലകളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഒരു പ്രത്യേക പരിതസ്ഥിതിയുടെ പേരാണ് ബാലശിക്ഷ. ബാലശിക്ഷ. അപ്പൊ ആദ്യമേ തന്നെ ഈ ബാലശിക്ഷയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുക. എന്റെ ജീവിതത്തിൽ ഞാനൊരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുകയും ഞാനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എനിക്കൊരു ക്ലേശമുണ്ടായി. അത് ബാലശിക്ഷയാണോ അതോ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടതിന് എൻ്റെ വിശ്വാസത്തിന്റെ പരിശോധനയായിട്ട് ദൈവം അനുവദിച്ചിരിക്കുന്ന കഷ്ടങ്ങളാണോ? അതെങ്ങനെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും? അത് വളരെ സിമ്പിളാണ്. ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ക്രിസ്ത്യൻ സഫറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻബിൽറ്റ് ഇൻ ദ പാത്ത്. ക്രിസ്തീയ ജീവിതത്തിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ളതാണ് ക്രിസ്ത്യൻ സഫറിംഗ്. അത് കർത്താവിനെ അനുഗമിക്കുന്നു എന്ന കാരണം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ. എന്നാൽ ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന പാതയിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകുമ്പോൾ ആ പാതയിലേക്ക് നമ്മെ മടക്കി വരുത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന പ്രശ്നങ്ങളെ ബാലശിക്ഷയുടെ ഗണത്തിൽ നമുക്ക് പെടുത്തുവാൻ കഴിയും. അതെങ്ങനെ അറിയാൻ പറ്റുന്നേ? നമുക്കറിയാൻ പറ്റും. വേദപുസ്തകത്തിൽ ഏകദേശം ഒരേ അനുഭവത്തിൽ കൂടെ കടന്നുപോയ രണ്ടുപേരെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. രണ്ടുപേർക്കും സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടായി. രണ്ടുപേർക്കും കടലിൽ വെച്ചുള്ളതാകുന്ന ഒരു പ്രശ്നം, കടലുമായി അവർ യാത്ര ചെയ്തപ്പോ, കടലിൽ അല്ലെങ്കിൽ കപ്പലിൽ യാത്ര ചെയ്തപ്പോ രണ്ടുപേർക്കും പ്രശ്നം ഉണ്ടായി. ഒരാളുടെ പേര് യോന എന്ന, മറ്റൊരാളുടെ പേര് പൗലോസ് എന്ന. പൗലോസിന്റെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തി 27-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. യോനായെ കുറിച്ച് നമുക്കറിയാം. ഇത് രണ്ടും
ഏതാണ് ബാലശിക്ഷയെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ പെട്ടെന്ന് ഉത്തരം പറയും. യോനായിക്ക് സംഭവിച്ചത് ബാലശിക്ഷയാണെന്ന് നമ്മൾ പറയും, യാതൊരു സംശയമില്ല. എന്നാൽ പൗലോസിന് സംഭവിച്ചത് ബാലശിക്ഷയല്ല. പൗലോസിന് സംഭവിച്ചത് അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ നാമം മഹിമപ്പെടേണ്ടതിന് ദൈവഹിതത്തിന്റെ ആ നടുവിൽ തന്നെ ദൈവം അനുവദിച്ച ബുദ്ധിമുട്ടുകളാണ്. അവിടെ ദൈവനാമം മഹിമപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ബാലശിക്ഷയെന്നും കർത്താവിനെ അനുഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ദൈവഹിതത്തിനുള്ളിൽ നാം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ദൈവഹിതത്തിന് വെളിയിലേക്ക് നാം പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തമ്മിൽ വേർതിരിച്ച് കാണുവാൻ നമുക്ക് വലിയ പ്രയാസമില്ല. We know what we are going through. Whether this is a sustaining hand from the Lord to draw me closer to Him and to His will again, or whether this is inbuilt in the path that I am walking. ഞാൻ നടക്കുന്ന ദൈവഹിതത്തിനുള്ളിൽ തന്നെ ഉള്ളതാകുന്ന പ്രശ്നമാണോ അതോ ബാലശിക്ഷയാണോ ഞാൻ അനുഭവിക്കുന്നത്, അത് നമുക്ക് മനസ്സിലാക്കുവാൻ നിശ്ചയമായിട്ടും കഴിയും. അതിന് വലിയ പ്രയാസമില്ല. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തുടർന്ന് ചിന്തിപ്പാൻ പോകുന്നത്, നമ്മുടെ സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ ഈ വേദഭാഗത്ത് നിന്ന് ദൈവം അങ്ങനെയുള്ളതാകുന്ന അനുഭവങ്ങളിൽ കൂടെ നമ്മെ കടത്തിവിടുമ്പോൾ നമ്മുടെ ആ ഒരു മനോഭാവം എന്തായിരിക്കണം എന്നുള്ളതാണ് നാം ഇന്ന് മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത്. ഒന്നാമതായിട്ട് അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, we must listen to God. നാം ബാലശിക്ഷയിൽ കൂടെ കടന്നു പോകുമ്പോൾ number 1 thing is to listen to God. എങ്ങനെയാ ദൈവത്തെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്? അവിടെ ആ വേദഭാഗം വളരെ വ്യക്തമാണ്. We can listen to God. Every child of God can listen. ഞാൻ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഓഡിയബിൾ വോയിസ് ആകണമെന്ന് നിർബന്ധമില്ല. ചില സന്ദർഭങ്ങളിൽ ദൈവവചന ശുശ്രൂഷയിൽ ഓഡിയബിൾ ആയിട്ട് നമുക്കത് കേൾക്കാൻ കഴിയും. എന്നാൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതെങ്ങനെ? ദൈവ വചനത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചാൽ, വിശേഷിച്ച് അതിന്റെ 12-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, and have you forgotten the exhortation that addresses you as sons? So ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, it addresses you. God's word is alive. God's word is relevant, and it is through God's word that God speaks to us today. ദൈവ വചനത്തിൽ കൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. സോ നാം ദൈവ വചനത്തിൽ കൂടെ ദൈവം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ
എന്തായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്? ദൈവം നമ്മോട് ഇടപെടുമ്പോൾ, ദൈവം നമ്മോട് അവിടുത്തെ ഹിതം നമ്മോട് കൺവേ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ മനോഭാവം? എന്താകരുത്? അതാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒന്ന്, നിങ്ങൾ ആ വേദഭാഗം ശ്രദ്ധിച്ചാൽ, മൈ സൺ, ഡു നോട്ട് റിഗാർഡ് lightly the discipline of the Lord. അപ്പോൾ ആദ്യമായി നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. സോ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും അതിനെ നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യരുത്, അതിനെ നമ്മൾ നിരസിക്കരുത്. കാരണം ദൈവത്തിന് നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിന് നമ്മോട് ഇടപെടാനുണ്ട്. മാത്രമല്ല, ദൈവം എല്ലാ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്നവനും അതിനെ അനുവദിക്കുന്നവനും അതിനെ അവിടുത്തെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാണ്. ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ വെളിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും അവിടുത്തെ കരത്തിലാണ്. പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിന്റെ 1-2 വാക്യങ്ങളിൽ യേശു കർത്താവിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ, പണ്ട് ഭാഗമായിട്ട് പ്രവാചകന്മാർ മുഖാന്തരമായിട്ട് നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്യുന്നത്, അങ്ങനെ പറഞ്ഞ് യേശുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിച്ചു, സകലത്തെയും അവനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു. ഒന്ന്, കർത്താവിൽ കൂടെ, യേശുവിൽ കൂടെ ദൈവം സകലത്തെ സൃഷ്ടിച്ചു, സകലത്തിന്റെയും അവകാശി കർത്താവാകുന്നു. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, അവിടുന്ന് സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പ്രത്യേക പദപ്രയോഗം വഹിക്കുക എന്ന് പറഞ്ഞാൽ കേവലം അതിനെ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിച്ചേക്കുന്നത്. ലോകത്തെ ദൈവം സസ്റ്റെയിൻ ചെയ്യുന്നു, വെറുതെ അതിനെ പോറ്റിപ്പുലർത്തുന്നു എന്നുള്ള അർത്ഥത്തിലും അല്ല ആ വേദഭാഗം ഉപയോഗിച്ചേക്കുന്നത്. നേരെ മറിച്ച് സകലത്തെയും അവിടുത്തെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പദപ്രയോഗം പെട്ടെന്ന് മനസ്സിലാകുവാൻ വേദപുസ്തകത്തിലെ മറ്റൊരു വേദഭാഗം ഞാൻ ചൂണ്ടിക്കാണിക്കാം. തളർവാദ രോഗിയാകുന്ന ഒരുവനെ അവന്റെ കട്ടിലിൽ 4 പേർ ചുമന്ന് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത് നമ്മൾ വായിക്കുന്നു സുവിശേഷങ്ങളിൽ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അവനെ വഹിച്ചു, അവനെ ചുമന്നു എന്ന് ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം തന്നെയാണ് യേശു കർത്താവ് സകലത്തെയും അവന്റെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുന്നു എന്ന് പറയുമ്പോൾ God is very much involved in everything, seemingly bad or even evil things happening around us. നമ്മുടെ ചുറ്റും നടക്കുന്ന ആ ഏറ്റവും സങ്കടകരമാകുന്ന കാര്യങ്ങളിൽ പോലും
സകലത്തെയും അവന്റെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുന്നവനാകുന്ന ദൈവം. അപ്പോൾ ഒന്നും കർത്താവിന്റെ അധികാര പരിധിയിൽ, അതിന്റെ വെളിയിലല്ല. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ദൈവത്തിന് ഉപയോഗിപ്പാൻ കഴിയും. അതുകൊണ്ടാണ് do not regard the discipline of the Lord lightly. ഒരുപക്ഷെ ദൈവം ഒരു പുതിയ വില്ലിങ്നെസ്സിലേക്ക്, ഒരു പുതിയ സമർപ്പണത്തിലേക്ക്, മാത്രമല്ല നമ്മുടേതാകുന്ന താല്പര്യങ്ങളിൽ നിന്ന് മാറി ദൈവത്തിന്റെ ഹിതം ചെയ്യുവാനായിട്ട് നമ്മെ ദൈവം വിളിക്കുകയാകാം ജീവിത സാഹചര്യങ്ങളിൽ കൂടെ. അത് നാം തിരിച്ചറിയണം. ആ ശബ്ദം നാം കേൾക്കണം. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, don't forget the exhortation that addresses you as sons. Do not regard lightly the discipline of the Lord. കർത്താവിന്റെ ഡിസിപ്ലിൻ, അതിനെ നമ്മൾ നിരസിക്കരുത്. അതിനെ നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യം ചെയ്യുവാനുണ്ട്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം നിയന്ത്രിക്കുന്നത് സർവശക്തനാകുന്ന ദൈവമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. വേദപുസ്തക കാലത്ത് ജീവിച്ചിരുന്ന ഭക്തന്മാരുടെ ഒക്കെ തിരിച്ചറിവ് അത് തന്നെയാണ്. അതുകൊണ്ടാണ് യോസഫ് എന്ന് പറയുന്ന മനുഷ്യന് ജീവിതത്തിലെ സകല കാര്യങ്ങളെയും നോക്കിക്കൊണ്ട്, ഏറ്റവും ഈവിളായിട്ടുള്ള കാര്യങ്ങളെ നോക്കിക്കൊണ്ട് തനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ അതിനെ ഗുണമാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ, എല്ലാ ഈവിളും God was very much involved in that. ദൈവം അതിനെല്ലാത്തിലും ഉണ്ടായിരുന്നു. സോ ജീവിതത്തിലെ ഏത് സാഹചര്യവും ഒരു ദൈവവൈതൽ ഫേസ് ചെയ്യട്ടെ, God is there, right there in the middle. ദൈവം അതിന്റെ എല്ലാം നടുവിലുണ്ട്. അതിനെയെല്ലാം വഹിക്കുകയാണ്, അതിനെയെല്ലാം നിയന്ത്രിക്കുകയാണ്, അതിനെയെല്ലാം ഒരു സെറ്റ് ഗോളിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. ദൈവത്തിനൊരു വലിയ ഗോളുണ്ട്. അതുകൊണ്ട് do not regard the discipline of the Lord. രണ്ട്, നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് verse 5 again, nor be weary when reproved. അവൻ ശാസിക്കുമ്പോൾ, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ വായിക്കുന്നതാകുന്ന വിഷയം മുഷിക, ഡോണ്ട് ബി വീറി എന്ന് പറഞ്ഞാൽ, നമ്മൾ കടന്നു പോകുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ധൈര്യത്തെ നശിപ്പിക്കുന്നതാകരുത്. ഡോണ്ട് ബി വിയറി. ദൈവത്തിന് ഇതിലൊക്കെയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ധൈര്യം ചോർന്നു പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന ആ കർത്താവ് തന്നെയാണ് ഇതിനെല്ലാം വഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അധൈര്യപ്പെടേണ്ട കാര്യമില്ല. ഡോണ്ട് ബി വിയറി. തളർന്നു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട. ഇറ്റ് ഈസ് ഇൻ ഗോഡ്സ് ഹാൻഡ്സ്. ഗോഡ് ഈസ് യൂസിങ് ഇറ്റ് ഫോർ അവർ ഗുഡ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം അത് ഉപയോഗിക്കുക. ടു ഷേപ്പ് us, to mold us,
to bring us back into his perfect will. തന്റെ ആ തിരുഹിതത്തിലേക്ക് നമ്മെ മടക്കി വരുത്തുവാനായിട്ട് ദൈവം അത് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ആ 3 കാര്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നു. 1, അതിനെ ഡിസ്റിഗാർഡ് ചെയ്യരുത്. 2, അതെങ്കിൽ നമ്മൾ തളർന്നു പോകരുത്. എന്നാൽ അതിലും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം അവിടെയുണ്ട്. അത് മറ്റൊന്നുമല്ല. ആ വാക്യം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, for the Lord disciplines the one he loves and chastises every son whom he receives. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്ന് പറഞ്ഞാൽ, to spare us from a greater danger, our Father disciplines us. ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് അത് വ്യക്തമാക്കാം. അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു കൊച്ചു ഉദാഹരണം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ കരത്തെ പിടിച്ച് നമ്മൾ ഈ സൈഡ് വാക്കിൽ കൂടെ അങ്ങോട്ട് നടന്നു പോകാന്നിരിക്കട്ടെ. വാഹനങ്ങളൊക്കെ വരുന്ന വഴിയ കുഞ്ഞിന് പക്ഷേ അവനൊന്നും അറിയത്തില്ല. അവന് സ്വതന്ത്രമായിട്ട് പോകണം. കൈയൊക്കെ വിടുവിച്ച് അവൻ ഓടാനായിട്ട് ശ്രമിക്കും. നമ്മൾ മുറുക്കി പിടിക്കും. എന്നാൽ അബദ്ധത്തിന് ഹ്യൂമൻ പേരൻസിനെ കുറിച്ച് ഞാൻ പറയുന്നു. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണം. അവൻ നമ്മുടെ കൈ ഒന്ന് കുതറി, പെട്ടെന്ന് നമ്മൾ ഒത്തിരി വാണിംഗ് കൊടുത്തു, എന്നിട്ട് കയ്യെ മുറുക്കി പിടിച്ചു. ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ആ പെട്ടെന്ന് ആ റോഡിലോട്ട് ചാടിയ നമ്മൾ ചെയ്യുന്നത് എന്താ? നിശ്ചയമായിട്ടും അവനെ പിടിച്ച് നമ്മൾ എടുക്കും. പക്ഷെ അതേ സമയം തന്നെ അവന് നല്ലൊരു അടി നമ്മൾ കൊടുക്കും. അതിന്റെ കാരണം എന്താ? മറ്റൊന്നുമല്ല, നമ്മുടെ കോപമല്ല അവന്റെ മേലോട്ടും നമ്മൾ പകർന്നതും അല്ല. അതുമല്ല അതിന്റെ കാരണം. പിന്നെന്താ? നമുക്കറിയാം ആ ചെറിയ ശിക്ഷ അവന് കൊടുത്തില്ലെങ്കിൽ ഒരു വലിയ അപകടത്തിലേക്കാണ് അവൻ പോകുന്നത്. So remember, when God disciplines us, when God allows certain things in us, he is sparing us from a greater danger. ദൈവം ഒരു വലിയ അപകടത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ പോകുക. നമ്മൾ ചെന്ന് തകർന്നു പോകേണ്ടതായിരുന്നു. നമ്മൾ നശിച്ചു പോകേണ്ടതായിരുന്നു. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കേണ്ടതല്ലായിരുന്നു. ദൈവം നമ്മളെ ചില സന്ദർഭങ്ങളിൽ ഒരു ചെറിയ അടി തന്ന് നാം നേരെ ചെന്ന് അപകടപ്പെടുന്നതിന് മുൻപേ, ഇറ്റ് ഈസ് ആസ് ദോ ഹി സ്നാച്ച്ഡ് us, നമ്മളെ പിടിച്ചെടുക്കുകയായിരുന്നു ഒരു വലിയ അപകടത്തിൽ. So when God disciplines his children, remember his care for his children. എന്തൊരു കെയർ അല്ലേ? കാരണം നമ്മെ ഒരു വലിയ അപകടത്തിൽ നിന്ന് ദൈവം രക്ഷിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ആ വചനഭാഗം ശ്രദ്ധിച്ചാൽ, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല. മലയാളം വേദപുസ്തകത്തിലെ ആ പദപ്രയോഗം നമുക്ക് ഫെമിലിയർ അല്ല എങ്കിലും, ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം we are not God's children. If we are God's children, our Father will definitely discipline us.
നമ്മളെ നിശ്ചയമായിട്ടും ഡിസിപ്ലിൻ ചെയ്യും. അതാണ് അപ്പോൾ ദൈവിക ശിക്ഷ എന്നുള്ളത്, ദൈവിക ചാസ്റ്റൈസ്മെന്റ് എന്നുള്ളത്, ബാലശിക്ഷ എന്നുള്ളത് സത്യത്തിൽ തൽക്കാലം വേദന തരുമെങ്കിലും അപ്പന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ ഒരാനന്ദമുണ്ട്. കണ്ണുനീര് തുടയ്ക്കുന്ന സന്ദർഭത്തിലും ഉള്ളിലൊരു സന്തോഷമുണ്ട്. താങ്ക് ഗോഡ് ഫോർ സ്പെയറിംഗ് മീ ഫ്രം ഗ്രേറ്റർ ഡേഞ്ചർ. ഐ ലവ് യു ഫാദർ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് ആ ഒരു മനോഭാവമാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ഒരിക്കലും നമ്മൾ മറക്കരുത്. മാത്രമല്ല, ഇവിടെ ആ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ നമ്മൾ വായിക്കുന്നത്: നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോ. അപ്പോൾ ജഡസംബന്ധമാകുന്ന പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ നമ്മെ ജനിപ്പിച്ച നമ്മുടെ പിതാക്കന്മാർ, അവരെ കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുന്നത്, കർത്താവിന്റെ വചനത്തെ നമ്മൾ വായിക്കുന്നത്, അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ദേ സോ റൈറ്റ് ദേ ഡിഡ് ഇറ്റ്. അവർക്കുണ്ടായിരുന്ന ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും അവർ ചെയ്തത് ചിലപ്പോൾ ശരിയാകണമെന്നില്ല. അതാ ജഡസംബന്ധമാകുന്ന പിതാക്കൾ. എന്നിട്ട് പോലും always they were not right, even then we honored them. അതാണ് അവിടെ വായിക്കുന്നത്. എന്നിട്ട് പോലും നമ്മൾ അവരെ വണങ്ങിപ്പോന്നല്ലോ. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത്, അങ്ങനെയെങ്കിൽ ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അപ്പോൾ ആത്മാക്കളുടെ പിതാവ് നമ്മുടെ ഈ ഒരു ബോഡിയുടെ മേൽ മാത്രമേ നമ്മുടെ ജഡത്തിലെ പിതാക്കന്മാർക്ക് അവകാശമുള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല, കഴിഞ്ഞു. എന്നാൽ നമ്മുടെ സാക്ഷാൽ പിതാവായിരിക്കുന്നത്, he is not only our father for this life, he is forever our father by redemption through the Lord Jesus Christ. യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മുഖാന്തരം നമ്മൾ നമ്മുടെ പിതാവിന്റെ മക്കളായി തീർന്നു. We have one Father who is always there, and who knows what is always right, and he is always good. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ക്ലേശങ്ങളിൽ, സങ്കടങ്ങളിൽ എന്നെ നിലനിർത്തിയ, എൻ്റെ ഹൃദയത്തിൽ ഉറപ്പ് തന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, God is always good and God is always right. He will never ever make a mistake. ദൈവം ഒരിക്കലും ഒരു മിസ്റ്റേക്ക് കർത്താവിൽ നിന്നുണ്ടാകുകയില്ല. He is always right. നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാം. God is always right and God is always good. ദൈവം എപ്പോഴും നല്ലവനുമാണ്. അതൊരിക്കലും മറക്കരുത്. എന്തുകൊണ്ടാ? അതിന്റെ കാരണം ദൈവത്തിന് സകലം അറിയാം. He is always doing everything for our best. നമ്മുടെ ഏറ്റവും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം എല്ലാം ചെയ്യുന്നത്. നമുക്ക് ദോഷം വരുന്ന ഒന്നും ദൈവം ചെയ്യുകയില്ല. So we can trust the Father of our spirits. നമ്മുടെ ആത്മാക്കളുടെ ഉടയവനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, കണ്ണുമടച്ച് ട്രസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കർത്താവിന്റെ ദൈവം ഇത് ചെയ്യുമ്പോൾ എന്താണ് ദൈവത്തിന്റെ ലക്ഷ്യം? ദൈവത്തിന്റെ പർപ്പസ് എന്താ? ദൈവത്തിന്റെ പർപ്പസ് നമ്മുടെ നന്മയാ. ദൈവത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്യന്തികമായി നമ്മുടെ ആത്മീക നന്മയ്ക്ക് ഉതകുന്നതല്ലാതെ ഒന്നും ദൈവം അനുവദിക്കുകയില്ല.
what God allows, what God plans, what God does in our life is with the goal of our highest good. നമ്മുടെ ഏറ്റവും നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത്. എന്താണ് ഏറ്റവും വലിയ നന്മ? ഏറ്റവും വലിയ നന്മ നമുക്ക് പ്രാപിപ്പാൻ കഴിയുന്നത് ഒന്നുമല്ല, വേദപുസ്തകത്തിൽ കാണുന്ന ഒന്ന് തന്നെയാണ്. ശ്രദ്ധിച്ച് ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ 10-ാം വാക്യം, അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അവനോ ദൈവമോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത് നമ്മുടെ ഗുണത്തിനായിട്ട് തന്നെ. വാട്ട് ഈസ് ദ സുപ്രീം ഗുഡ്നസ് one can have in life? God's holiness. അതിൽ കവിഞ്ഞൊരു നന്മയില്ല എന്ന് പറഞ്ഞാൽ കർത്താവിനോട് നമ്മൾ അനുരൂപരായി തീരുക, കർത്താവിനോട് നമ്മൾ താതാത്മ്യപ്പെടുക എന്നുള്ളതിനേക്കാളും വലിയൊരു നന്മ ദൈവമക്കൾക്കില്ല. അതാണ് ഏറ്റവും വലിയ നന്മ. So when God disciplines us, ഈ ഒരു ഗോളിലാ ദൈവം ഇത് ചെയ്യുന്നത്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. മറ്റൊന്നുകൂടെ അവിടെ തന്നെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നുന്നു. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. സോ ഈവൻ ദ ചാസ്റ്റിസ്മെന്റ് ഓഫ് ഗോഡ് വിൽ ബ്രിങ് ഫോർത്ത് എ ഫ്രൂട്ട്. ഒരു ഫലം ഉണ്ടാക്കും. ഫലം എന്ന് പറഞ്ഞാൽ എന്താ? ഫലം ട്രീ പ്ലാന്റ് ചെയ്താൽ ഉടനെ ഫലം കിട്ടുകയില്ല. ആ പ്രോസസ്സിൽ കൂടെ കടന്നു പോകണം. ആ പ്രോസസ്സിൽ കടന്നുപോയി ആ നാച്ചുറൽ പ്രോസസ്സ് കഴിയുമ്പോൾ there will come a season, it will blossom. അത് ബ്ലോസം ചെയ്യും, ഫ്രൂട്ട് ഉണ്ടാകും. So there will come a time, ഒരു സമയം വരും, ദൈവത്തിന്റെ ചാസ്റ്റിസ്മെന്റ്, ദൈവത്തിന്റെ ബാലശിക്ഷ, അനുഗ്രഹിക്കപ്പെട്ട ഫലം, ആത്മീക ഫലം നമ്മിൽ പുറപ്പെടുവിക്കുന്ന ഒരു സമയം വരും. ഇനി അത് മാത്രമല്ല, മറ്റൊന്നുകൂടെ ഉണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 11-ാം വാക്യം, വേഴ്സ് 11, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക്. For the moment, all discipline seems painful rather than pleasant, but later it yields the peaceful fruit of righteousness to those who have been trained by it. So, what happens? എന്ത് സംഭവിക്കുന്നേ? ദൈവം ട്രെയിൻ ചെയ്യും. What for? ട്രെയിനിങ്. അതാ, ട്രെയിനിങ് എപ്പോഴും സന്തോഷകരമല്ല. ഒരു അത്ലറ്റ് ട്രെയിൻ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പെയിൻഫുൾ ട്രെയിനിങ് ആയിരിക്കും ചിലപ്പോൾ. ബട്ട് ട്രെയിനിങ്ങിന്റെ അവസാനം, see, when we are truly trained by God, there will come a day God will use those training for the good of others. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ ട്രെയിനിങ് ദൈവം ഉപയോഗിക്കും. അതുകൊണ്ടല്ലേ പൗലോസ് ഒരിക്കൽ പറഞ്ഞത്, ഞങ്ങൾ ഏത് കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ഇപ്പൊ പ്രാപ്തരായി. എന്തുകൊണ്ടാണെന്നറിയാം? ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള കഷ്ടങ്ങളിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുക. സോ വി നോ, ഞങ്ങൾക്കറിയാം. സോ വി ആർ ഏബിൾ ടു കംഫോർട്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഒന്നും പോയിന്റ്ലെസ് അഡ്വേഴ്സിറ്റീസ് ആയിട്ട് ആരും കരുതരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞു, എല്ലാറ്റിനെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് നമ്മുടെ ദൈവമെങ്കിൽ, ഇതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ, ലെറ്റ് us focus on God. ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിക്കും. കർത്താവേ,
നിന്റെ വഴിയിലേക്ക് എന്നെ മടക്കി വരുത്തണമേ. നിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ. ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിയാൻ തുടങ്ങുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാക്കിങ്ങനെയുണ്ട്. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് ദൈവമേ എൻ്റെ ആത്മാവ് നിനക്കായി കാംക്ഷിക്കുന്നു. ആ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ലോർഡ്, യുവർ ലവിങ് കൈൻഡ്നസ് ഈസ് ബെറ്റർ ദാൻ ലൈഫ്. നിന്റെ ദയ ജീവനേക്കാൾ വലിയത്. ദൈവത്തിന്റെ ദയ നമ്മുടെ ജീവനേക്കാൾ വലിയതെന്ന് പറയുവാൻ നമുക്ക് കഴിയും. നമ്മുടെ കർത്താവ് നല്ലവനാ. ഹി വിൽ നെവർ എവർ മേക്ക് എ മിസ്റ്റേക്ക്. നമ്മുടെ കർത്താവ് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുകയില്ല. തെറ്റിപ്പോയെന്ന് കർത്താവ് ഒരിക്കലും പറയത്തില്ല. He knows what he is doing. Remember his care. Remember his word. Remember his purpose. When God allows the things what we are experiencing, നമ്മൾ കടന്നു പോകുന്ന എന്തോ ആകട്ടെ, ദൈവം അനുവദിക്കുന്നതിൽ അത് നമ്മൾ ഓർക്കുക. മകനെ, മക്കളോട് എന്നതുപോലെ നിങ്ങളെ അഡ്രസ് ചെയ്യുന്ന പ്രബോധനം മറന്നു കളഞ്ഞു. Don't forget. Let us all submit ourselves to God and let us rejoice in God. Let God be glorified. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. വളരെ പേഷ്യൻ്റ് ആയിട്ട് എന്നെ കേട്ടതിൽ നന്ദി. God bless you.